പുറത്താക്കില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്, പുറത്ത് നിന്നെ കൊണ്ടാക്കിക്കും എന്ന് പറഞ്ഞ് തരൂർ. ഇത് സംഭവം നമ്മൾ കരുതിയ പോലെ ഒന്നുമല്ല കേട്ടോ. തരൂർ ഇങ്ങനെ ഓരോ പ്രസ്താവന പറഞ്ഞ് തരൂർ ചർച്ചയിൽ മുഖ്യ കഥാപാത്രമായി നിൽക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് മാത്രം നമുക്ക് കരുതാൻ പറ്റില്ല. സംഭവം കളി വേറെയാണെന്നേ. സംഭവം ക്യാബിനറ്റ് മിനിസ്റ്റർ ആവണം എന്നുള്ളതാണ് തരൂരിന്റെ ഒരു ആഗ്രഹം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പോയി കാണുന്നു, ഒന്നും മിണ്ടാതെ ഇറങ്ങി വരുന്നു, വീണ്ടും കേരളത്തിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങളെ കൊണ്ട് ഞാൻ പുറത്താക്കില്ല അല്ലെ, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എന്നെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കി എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ആ ഒരു സെന്റിമെന്റൽ അപ്രോച്ചിൽ ഞാൻ ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി കൃത്യമായി മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വിളിച്ചു പറഞ്ഞപ്പോ കണ്ടില്ലേ, ഒരു പാർട്ടി എന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിക്ക് മേൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ BJP-ക്കാർ വരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡീൽ സംസാരിച്ചാലോ? അങ്ങനെ ശശി തരൂരിന്റെ ഒരു വ്യക്തിപ്രഭാവത്തിൽ, ശശി തരൂരിന്റെ ഒരു വാക് സാമർത്ഥ്യത്തിൽ BJP ആ ഡീലിലേക്ക് വരുന്നു. BJP അവിടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായി ഈ പറയുന്ന ശശി തരൂരിനെ അവതരിപ്പിക്കുന്നു. അല്ലാതെ ഒന്നും ഇതിനകത്തുണ്ടെന്ന് കാണാൻ കഴിയുന്നില്ല. എന്താണ് ശശി തരൂരിന്റെ പ്രശ്നം? ശശി തരൂരിന്റെ കലി ആരോടാണ്? ശശി തരൂരിന്റെ പ്രശ്നം എന്താണ്? ഒന്നും പറയുന്നില്ല. വെറുതെ ഇങ്ങനെ പുറത്താക്കിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ശശി തരൂര് മോദിയെ പല രീതിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, കോവിഡിന്റെ സമയത്തുള്ള സപ്പോർട്ടിങ്, അതേപോലെ തന്നെ ഈ കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവന്ന ഒരു രീതിയെ എല്ലാം ഇങ്ങനെ അനുകൂലിക്കുന്നത് കാണുമ്പോൾ ശക്തമായി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് തരൂർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്, അനാവശ്യ പ്രശ്നങ്ങൾ. ആ അനാവശ്യ പ്രശ്നങ്ങൾക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു പാർട്ടിയിൽ ചെന്ന് മൗനം പാലിക്കുന്നതോ ആ ചർച്ചയോട് താല്പര്യമില്ലാത്തതാണ്. എന്തിനാണ് ആ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പോകുന്നത്? ഞാൻ ആ പാർട്ടിയിൽ വിധേയനാണ്, ഞാൻ ആ പാർട്ടിയെ അനുസരിക്കുന്നവനാണ്, അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരനാണ്. എന്നെ പാർട്ടി അധ്യക്ഷൻ വിളിക്കുന്നു, ഞാൻ പോകുന്നു, അവിടെ മൗനം പാലിക്കുന്നു, പറഞ്ഞതൊന്നും സ്വീകാര്യമല്ലാത്ത രീതിയിൽ വന്ന് വീണ്ടും പറഞ്ഞതത്രയും വീണ്ടും പുലമ്പുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തരൂർ ഈ പാർട്ടി വിട്ടുപോകാൻ, കോൺഗ്രസ് വിട്ടുപോകാൻ ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് അദ്ദേഹം എടുക്കുന്ന ഒരു സൈക്കോ മൂവാണ് ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു പാർട്ടിയെ കൊണ്ട് അച്ചടക്ക നടപടി എടുക്കുന്നതിന്റെ എക്സ്ട്രീം എൻഡിൽ എത്തിക്കുക, ആ നടപടി എടുപ്പിക്കുക. ആ നടപടിക്ക് ശേഷം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അജണ്ടയിലേക്ക് പയ്യെ കടന്നു കയറുക. അതിനുള്ള ഒരു കഴിവും ഒരു ഡീലും ഉണ്ടാക്കാനുള്ള ഒരു വ്യക്തിപ്രഭാവവും ശശി തരൂർ ബാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു നേട്ടമായി അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോ പുറത്താക്കാത്ത കോൺഗ്രസിനെ പുറത്താക്കിക്കുമെന്ന ഭാഷയിൽ തരൂർ എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാം.